Good morning, children. So we are going to continue with the chapter, the right clothes to wear. In the last class, we have discussed about why do we need clothes, what is the purpose of clothes, like that way we have discussed. Today we are moving on to the next topic, the clothes we wear. That means which material we are using in different season, like that way we are going to discuss. Okay. From this, the first thing is, in hot weather, we wear clothes made of cotton. Hot weather, we use cotton clothes. Cotton clothes allow the body heat to escape. Cotton clothes absorb sweat also. So, what is the importance of cotton clothes in summer is, that is, if we are wearing cotton clothes in summer, what will happen? It will absorb our sweat. നമ്മൾ വിയർക്കുന്നത് അതെന്ത് ചെയ്തോളും, അബ്സോർബ് ചെയ്തോളും. അതേപോലെ തന്നെ നമ്മുടെ ബോഡി ഹീറ്റ് പുറത്തേക്ക് പോകാൻ അത് സഹായിക്കും. ഓക്കെ, ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് എ ലോട്ട് ഓഫ് പോർസ് ഇൻ ദാറ്റ്. ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട് കോട്ടൺ ക്ലോത്ത്സിൽ. സോ ഇറ്റ് വിൽ അലോ ദ ഹീറ്റ് ടു എസ്കേപ്പ് ഫ്രം അവർ ബോഡി. ദാറ്റ് ഈസ് ദ മെയിൻ തിങ്. ഓക്കെ, then white or light colored clothes suit the hot weather because they reflect the heat and keep the body cool. അതേപോലെ കോട്ടൺ ക്ലോത്ത്സ് മാത്രമല്ല, അതിൽ തന്നെ ലൈറ്റ് കളേഴ്സ് നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യണം. കാരണം ലൈറ്റ് കളേഴ്സ് ഓൾവേസ് റിഫ്ലക്ട് ദ ഹീറ്റ്. ഹീറ്റിനെ എന്ത് ചെയ്തോളും, റിഫ്ലക്റ്റ് ചെയ്തോളും. ഓക്കെ, നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യാതെ ബോഡിയിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് പുറത്തേക്ക് പോകുന്നതിന് ലൈറ്റ് കളേഴ്സ് ഹെൽപ്പ് ചെയ്യും. ഇൻ കോൾഡ് വെദർ വി വെയർ വുളൻ ക്ലോത്ത്സ്. അതേപോലെ കോൾഡ് വെദറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്, വുളൻ ക്ലോത്ത്സ് അല്ലേ, കമ്പിളി എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ വുളൻ ക്ലോത്ത്സ് പ്രിവെൻറ്റ് ദ ബോഡി ഹീറ്റ് ഫ്രം എസ്കേപ്പിംഗ് ആൻഡ് കീപ്പ് അവർ ബോഡി വാം. ദാറ്റ് ഈസ് just opposite in summer. What will happen in the winter? We need heat, right? Because it is too much cold outside, so we need some heat in our body. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വുളൻ ക്ലോത്ത്സ് യൂസ് ചെയ്യും. വുളൻ ക്ലോത്ത്സ് വിൽ നോട്ട് അലോ ഹീറ്റ് ടു എസ്കേപ്പ് ഫ്രം അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ നിന്ന് ഹീറ്റ് എസ്കേപ്പ് ചെയ്യാനായിട്ട് വുളൻ ക്ലോത്ത്സ് സമ്മതിക്കില്ല, ഹീറ്റിനെ അകത്ത് തന്നെ പിടിച്ചു നിർത്തും. സോ വി വിൽ ഫീൽ ബെറ്റർ ഇൻ ദ വിൻ്റർ. ഓക്കെ, people living in different region wear different types of clothes depending on the climate and local custom. അതേപോലെ സീസണെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമല്ല, ഓരോ സ്ഥലങ്ങളെ ഡിപ്പെൻഡ് ചെയ്തും ക്ലോത്ത്സ് മാറിക്കൊണ്ടിരിക്കും. അതായത് ചില സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്ന ഡ്രസ്സല്ല, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് മറ്റ് സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്നത്. സോ ദ ഡ്രസ് ഓഫ് പേഴ്സൺ ലിവിങ് ഇൻ ശ്രീനഗർ വിൽ ബി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് പേഴ്സൺ ലിവിങ് ഇൻ ചെന്നൈ. ശ്രീനഗറിൽ ജീവിക്കുന്ന ഒരാളുടെ ഡ്രസ്സും ചെന്നൈയിൽ ജീവിക്കുന്ന ഒരാളുടെ ഡ്രസ്സും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. പീപ്പിൾ ലിവിങ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ് വെയർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലോത്ത്സ്. Some of the clothes have become national dresses and we have some national dresses also. Okay, so in some countries, we are not in some countries, all the countries have their own national dress. Okay, national dress means ഓരോ കൺട്രിക്കും അവരുടേതായ ഒരു നാഷണൽ ഡ്രസ്സ്, അതായത് ടോട്ടലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സ് കാണും. ഓക്കെ, ദ നാഷണൽ ഡ്രസ് ഓഫ് എൻ ഇന്ത്യൻ വുമൺ ഈസ് സാരി ആൻഡ് ദാറ്റ് ഓഫ് എ ജാപ്പനീസ് വുമൺ ഈസ് കിമോനോ. സോ ഇന്ത്യൻ വുമൺ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ ഡ്രസ്സായിട്ട് നമ്മൾ അംഗീകരിച്ചേക്കുന്നത് നാഷണൽ ഡ്രസ് ഓഫ് എ വുമൺ ഈസ് സാരി. സാരിയാണ് നമ്മുടെ നാഷണൽ ഡ്രസ്സ്. അതേപോലെ ജാപ്പനീസ് വുമൻ്റെ ആണെങ്കിൽ ആ ഡ്രസ്സിന് പറയുന്ന പേര് കിമോനോ എന്നാണ്. ഇറ്റ്സ് ലൈക്ക് ഒരു ചെറിയ ഒരു സ്കേർട്ട് പോലെ, എന്നിട്ട് ഒരു വലിയൊരു കോട്ട് പോലെ. യു ഹാവ് ദ പിക്ചർ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, സോ യു ക്യാൻ സീ ദാറ്റ് പേജ് നമ്പർ 170. So you have to just go through that. Okay, so that is the dress of Japanese. So national dress of a Japanese woman is kimono. That is always asking in the examination. Okay, examine എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്, the national dress of Japanese woman. Okay, then so what we have discussed is mainly the clothes we wear is cotton clothes and woolen clothes, and these two are cotton clothes we are using at the season, summer season, and woolen clothes in the winter season. That is normal categories of two types of dresses, that is clothes, cotton clothes and woolen clothes. Then depending upon the states, countries, the clothes will be changed. Okay, and if you are talking about national dress of a Indian woman is sari and that of a Japanese woman is kimono. Okay, next one, clothes at workplace. And we know that different professions, in different professions we are using different types of dresses. Okay, normally according to the Indian culture, teachers are using sari, right? Okay, like that way all the profession have its own dress.
If you are talking about a policeman, then what is, they have a uniform, right? And doctors, nurses, they have their own uniform. Okay, so next we are going to discuss about that. People wear special clothes for specific work. Each work have its own special dress. ഡോക്ടേഴ്സ് ആൻഡ് നേഴ്സസ് വെയർ വൈറ്റ് കോട്ട്സ്. ഡോക്ടേഴ്സും നേഴ്സസും എല്ലാം വെള്ള കോട്ട് ധരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പീപ്പിൾ വർക്കിംഗ് ഇൻ ഫാക്ടറീസ് വെയർ ഓവറോൾസ്. ഓവറോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഒരു ഡ്രസ്സാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ട് പലയിടത്തും. ദാറ്റ് ഈസ് ഒരു പാൻറ്റും ഷർട്ടും കൂടെ ഒരുമിച്ച് വരുന്ന രീതിയിലുള്ളൊരു ഡ്രസ്സാണ്, അതാണ് ഓവറോൾസ് എന്ന് പറയുന്നത്. ഈ ഫാക്ടറീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർ യൂസ് ചെയ്യുന്നത് ഓവറോൾസ് ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു ഓറഞ്ച്, എപ്പോഴും ഫ്ലൂറസെൻറ്റ് കളറിലായിരിക്കും അതിൻ്റെ ഒരു ഇത് വരുന്നത്, ഒരു ഓറഞ്ച്, ഫ്ലൂറസെൻ്റ് ആയിട്ടുള്ള ഓറഞ്ച് അല്ലെങ്കിൽ ഒരു പാരറ്റ് ഗ്രീൻ, ആ കളറിലൊക്കെയാണ് വരിക. ഓക്കെ, അതേപോലെ എ സോൾജിയർ വെയർ എ യൂണിഫോം മെയ്ഡ് ഫ്രം ടഫ് മെറ്റീരിയൽ സോ ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് ടിയർ ഈസിലി. സോൾജിയേഴ്സ്, പോലീസ്മെൻ, ഇവരൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് ടഫായിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടുള്ള യൂണിഫോമാണ്. ബിക്കോസ് അവരെന്താണ്, ഒരുപാട് പുറത്ത് വർക്ക് ചെയ്യുന്നവരാണ്. സോ പെട്ടെന്ന് ചുളുങ്ങാതിരിക്കാൻ, ടിയർ ചെയ്ത് പോകാതിരിക്കാനായിട്ടും പെട്ടെന്ന് കീറി പോകാതിരിക്കാനൊക്കെ ആയിട്ട് എന്താണ്, കുറച്ച് ടഫായിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടുള്ള യൂണിഫോമാണ് അവർ യൂസ് ചെയ്യുന്നത്. യു വെയർ യൂണിഫോം ടു സ്കൂൾ സോ ദാറ്റ് യു ക്യാൻ ബി റെക്കഗ്നൈസ്ഡ് ആസ് എ സ്റ്റുഡൻറ്റ് ഓഫ് യുവർ സ്കൂൾ. അല്ലേ, നമ്മൾ സ്കൂളിൽ വരുമ്പോൾ യൂണിഫോമാണ് ധരിക്കുക, അവിടെയും ഉണ്ട് നമുക്കൊരു യൂണിഫോം. ഈ സ്കൂൾ ഹാവ് ഇറ്റ്സ് ഓൺ യൂണിഫോം, റൈറ്റ്? എന്തിനാണിതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്കൂളിലെ കുട്ടിയാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ സ്കൂളിനും ഓരോ യൂണിഫോം, അല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് സോക്സ് ആൻഡ് ഷൂസ്. We wear socks and shoes to protect our feet from dust, heat, cold, germs and worms. അപ്പോൾ എന്താണ്, നമ്മുടെ സോക്സും ഷൂസും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കാല്, അല്ലേ? നമ്മുടെ കാല് വഴിയാണ്, നമ്മൾ പറയും കാല് വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട ഒരു സാധനമാണ്. കാരണം കാല് വഴിയാണ് കൂടുതലും രോഗങ്ങൾ നമുക്കുണ്ടാവുക. അപ്പോൾ ആ കാലിനെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ സോക്സും ഷൂസും യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡസ്റ്റ്, ഹീറ്റ്, കോൾഡ്, ജേംസ് ആൻഡ് വേംസ്, ഇതിനെല്ലാം നിന്നെല്ലാം നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ സോക്സും ഷൂസും യൂസ് ചെയ്യുന്നത്. വാക്കിംഗ് ബാർഫുട്ട് ക്യാൻ കോസ് കട്ട്സ്, ഡേർട്സ്, ജേംസ് ആൻഡ് വോംസ് മേ ഗെറ്റ് ഇൻ ടു ദ കട്ട് ആൻഡ് കോസ് ആൻ ഇൻഫെക്ഷൻ. നമ്മൾ ബാർഫുട്ടായിട്ട് നടക്കുകയാണെങ്കിൽ, ചെരുപ്പിടാതെ നടക്കുകയാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ, നമ്മുടെ കാലുകൾ മുറിയാനുള്ള ചാൻസ് ഉണ്ട്. ആ മുറിവിലൂടെ ഡേർട്ട്, ജേംസ് എല്ലാം അകത്തേക്ക് കയറാനും ഇൻഫെക്ഷൻ ഉണ്ടാകാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട്. ഡു നോട്ട് വെയർ വെറ്റ് ഓർ ഡേർട്ടി സോക്സ് ഓർ ടൈറ്റ് ഷൂസ്. ടൈറ്റഡ്, വളരെ ടൈറ്റ് ആയിട്ടുള്ള സോക്സും ഷൂസും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ദാറ്റ്സ് നോട്ട് ഗുഡ് ഫോർ അവർ ഫീറ്റ്. ആൻഡ് അതേപോലെ തന്നെ വെറ്റ് ആയിട്ടുള്ളത് ഒരിക്കലും യൂസ് ചെയ്യരുത്. ഓൾറെഡി ഷൂസ് ആൻഡ് സോക്സ് വിൽ ഹാവ് സം സ്മെൽ. സോ വാട്ട് വിൽ ഹാപ്പൻ ഇഫ് യു ആർ യൂസിങ് എ വെറ്റ്, then what will happen, it will leads to an infection. പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ കോസ് ചെയ്യാനുള്ള കാരണമാകും. അതേപോലെ ബാഡ് സ്മെല്ല് ഉണ്ടാവും. സോ നെവർ യൂസ് വെറ്റ് ഓർ ഡേർട്ടി socks or tight shoes. Then we have check point here. Just look at through that. We wear thick and warm clothes in dash season. ഏത് സീസണിലാണ് നമ്മൾ വാം ആയിട്ടുള്ള തിക്കായിട്ടുള്ള ഡ്രസ്സ് യൂസ് ചെയ്യുന്നത്? ഇറ്റ്സ് ഓൺ വിൻ്റർ. ഓക്കെ, സോ ദ ആൻസർ ഈസ് വിൻ്റർ. Then dash is a natural fiber which is obtained from plants. Natural fiber which is obtained from plants. പ്ലാന്റ്സിൽ നിന്നുണ്ടാകുന്ന ഒരു നാച്ചുറൽ ഫൈബർ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നൈലോൺ ഉണ്ട്, റയോൺ ഉണ്ട്, ലിനൻ ഉണ്ട്. ഓക്കെ, നിങ്ങൾ ആ സെക്ഷൻ ഒന്ന് എടുത്ത്, നാച്ചുറൽ ഫൈബേഴ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ ഒന്ന് എടുത്ത് നോക്കിക്കേ. അവിടെ നമ്മൾ പറഞ്ഞായിരുന്നു പ്ലാന്റ്സിൽ നിന്നുണ്ടാകുന്നത് എന്തൊക്കെയാണ്? കോട്ടൺ, ജൂട്ട്, ലിനൻ. ഓക്കെ, സോ ലിനൻ ഈസ് ദ ആൻസർ. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കണം, ലിനൻ തന്നെ ഓപ്ഷനിൽ വരണം എന്നില്ല. യു വിൽ ഗെറ്റ് കോട്ടൺ ഓർ ജൂട്ട്. കോട്ടൺ ഉണ്ട്, ജൂട്ട് ഉണ്ട്, ലിനൻ ഉണ്ട്. ഓക്കെ, സോ ഹിയർ വി ഹാവ് ദി ആൻസർ ഇസ് ലിനൻ. ദെൻ പീപ്പിൾ വർക്കിംഗ് ഇൻ ഫാക്ടറീസ് വെയർ. ഫാക്ടറീസിൽ വർക്ക് ചെയ്യുന്നവർ എന്ത് ധരിക്കുന്നു എന്നാണ് ടീച്ചർ ഇപ്പോൾ പറഞ്ഞത്? ഓവറോൾസ്. ഓവറോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ കംപ്ലീറ്റ് ഡ്രസ്സ്, ഫുള്ളായിട്ടുള്ള ഒരു പാൻറ്റും ഷർട്ടും എല്ലാം കൂടെ ഒന്നിച്ച് വരുന്ന ഒരു ഡ്രസ്സാണ് ഓവറോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പീപ്പിൾ വർക്കിംഗ് ഇൻ ഫാക്ടറീസ് വെയർ ഓവറോൾസ്. സോ ദ ആൻസർ ഈസ് ഓവറോൾസ്. ദെൻ കെയർ ഓഫ് ക്ലോത്ത്സ്. നമ്മൾ ക്ലോത്ത്സ് എങ്ങനെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ക്ലോത്ത്സ് എങ്ങനെ നമ്മളതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം? ക്ലീൻ ക്ലോത്ത്സ് മേക്ക് us ലുക്ക് സ്മാർട്ട് ആൻഡ് ഫീൽ കംഫർട്ടബിൾ. നല്ല ക്ലോത്ത്സ് ധരിക്കുകയാണെങ്കിൽ വി വിൽ ഫീൽ കംഫർട്ടബിൾ, നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും, ആൻഡ് വി വിൽ ലുക്ക് സ്മാർട്ട്. ഓക്കെ, ഡർട്ടി ക്ലോത്ത്സ് ക്യാൻ കോസ് സ്കിൻ ഡിസീസസ്. വി മസ്റ്റ് ഓൾവേസ് വെയർ ക്ലീൻ ക്ലോത്ത്സ് ടു സ്റ്റേ ഹെൽത്തി. നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ക്ലീൻ ആയിട്ടുള്ള ഡ്രസ്സ് വേണം ധരിക്കാൻ. Dirty clothes should be washed with soap or detergent. You can use this soap or detergent to wash our clothes. നമ്മുടെ ക്ലോത്ത്സ് നന്നായിട്ട് വാഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് സോപ്പ്, ഡിറ്റർജൻ്റ് ഒക്കെ യൂസ് ചെയ്യാം. After washing, the clothes should be dried in the sun.
ദാറ്റ് ഈസ് ദ മെയിൻ തിങ്. ആഫ്റ്റർ വാഷിങ്, അതായത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സണ്ണിൽ വേണം നമ്മൾ അതിനെ ഡ്രൈ ചെയ്തെടുക്കാൻ. ദാറ്റ് ഈസ് വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കുക. അതാണ് അതിൻ്റെ കറക്റ്റ് മെത്തേഡ്. ഓക്കെ, നമ്മൾ അകത്തൊക്കെ ഇട്ട്, വീടിനകത്തൊക്കെ ഇട്ട് നമുക്ക് ഉണക്കിയെടുക്കാം. പക്ഷേ അതിലും എപ്പോഴും നല്ലതും ജേംസും അതേപോലെ വൈറസസ് ഒന്നും അറ്റാക്ക് ചെയ്യാതിരിക്കാനും അതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പെർഫെക്ഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും വെയിലത്തിട്ട് ഉണക്കുന്നതാണ് നല്ലത്. ദെൻ ക്ലോത്ത് ഷുഡ് ബി അയൺ ടു ലുക്ക് നീറ്റ്. അതുപോലെ ക്ലോത്ത്സ് അയൺ ചെയ്യുക. അയൺ ചെയ്യുന്നതും അതിനകത്തുള്ള ഡേർട്സിന്, ജേംസിനെയൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല, ഇറ്റ് വിൽ ലുക്ക് നീറ്റ്. ദെൻ സിൽക്ക് ആൻഡ് വുളൻ ക്ലോത്ത് ഷുഡ് ബി വാഷ്ഡ് വിത്ത് മൈൽഡ് സോപ്പ് ഓർ ഡിറ്റർജൻറ്റ്. സിൽക്ക് അതേപോലെ എന്താണ് വുളൻ ക്ലോത്ത്സും സിൽക്കൊക്കെ നമ്മൾ മൈൽഡ് ആയിട്ടുള്ള സോപ്പ് കൊണ്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, വാഷ് ചെയ്യാൻ. കാരണം എന്താണ്, ഇത് രണ്ടും, സിൽക്ക് എന്ന് പറയുന്നതും വൂൾ എന്ന് പറയുന്നതും ആനിമൽ ഫൈബർ ആണ്. അപ്പോൾ കുറച്ചുകൂടി ഡെലിക്കേറ്റ് ആണ്. നമ്മൾ നന്നായിട്ട് അതിനെ കെയർ ചെയ്തില്ലെങ്കിൽ അത് പെട്ടെന്ന് നശിച്ചു പോകും. സോ വി ഹാവ് ടു യൂസ് മൈൽഡ് ഡിറ്റർജൻസ് ഫോർ ദാറ്റ്. വളരെ മൈൽഡ് ആയിട്ടുള്ള സോപ്പുകൾ കൊണ്ട് വേണം അത് ക്ലീൻ ചെയ്യാൻ. ദേ ക്യാൻ ബി സെൻഡ് ഫോർ ഡ്രൈ ക്ലീനിങ് ടു. നമുക്ക് അതില്ലെങ്കിൽ തന്നെ ഡ്രൈ ക്ലീൻ ചെയ്തും യൂസ് ചെയ്യാം. എ ടിയർ ഇൻ എ ഡ്രസ് ഷുഡ് ബി മെൻറ്റഡ് ഇൻ ടൈം. റിമെമ്പർ എ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9. അത് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് സമയത്ത് ഒരു തുന്നൽ കൊടുക്കുകയാണെങ്കിൽ 9 തുന്നലുകളെ അത് ഇല്ലാതാക്കുന്നതാണ്. അതാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്, ഒരു കട്ട, ഒരു ടിയറോ നമ്മുടെ ഡ്രസ്സിലുണ്ടായാൽ അപ്പോൾ തന്നെ നമ്മളതിന് എന്ത് ചെയ്യാം, അതിന് സ്റ്റിച്ച് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ആ ടിയർ എന്ത് ചെയ്യും, വലുതായി വരും. നമുക്ക് ഒരുപാട് പിന്നെ സ്റ്റിച്ച് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അത് നശിച്ചു പോകും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ തിങ് ഹിയർ. ആൻഡ് എ പേഷ്യൻസ് ക്ലോത്ത്സ് must always be disinfected with an antiseptic solution. അതുപോലെ പേഷ്യൻസ് പനിയായിട്ട് അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങളൊക്കെ ആയിട്ട് ഉള്ള പേഷ്യൻസ്, രോഗികൾ, അവരുടെ ഡ്രസ്സുകൾ എപ്പോഴും ഡിസിൻഫെക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. വെറുതെ വാഷ് ചെയ്താൽ പോരാ, ഏതെങ്കിലും ഒരു ഡിസിൻഫെക്റ്റൻറ്റ് യൂസ് ചെയ്ത് അതിനെ എന്ത് ചെയ്യാം, ഡിസിൻഫെക്റ്റ് ചെയ്യാം. ഓക്കെ, ദെൻ സ്റ്റോറിങ് ഓഫ് ക്ലോത്ത്സ് എങ്ങനെ സ്റ്റോർ ചെയ്യണം. ക്ലോത്ത്സ് നീഡ് ഗുഡ് കെയർ, എസ്പെഷ്യലി സിൽക്ക് ആൻഡ് വുളൻ ക്ലോത്ത്സ്, ബിക്കോസ് സർട്ടൻ ഇൻസെക്ട്സ് ഫീഡ് ഓൺ സിൽക്ക് ആൻഡ് വൂൾ. ഈ സിൽക്കിൻ്റെ വൂളിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, അത് കുറച്ച് എക്സ്പെൻസീവും ആണ്, കുറച്ച് വില കൂടിയ സാധനമാണ്. കാരണം എന്താണ്, അതൊരു അനിമൽ ഫൈബറാണ്, നാച്ചുറൽ ഫൈബറാണ്. അതുകൊണ്ട് അതിന് കുറച്ച് എക്സ്പെൻസ് കൂടുതലാണ്. അപ്പോൾ അത് കുറച്ച് എന്ത് ചെയ്യണം, നമ്മൾ വളരെ ഡെലിക്കേറ്റഡ് അതിനെ ഹാൻഡിൽ ചെയ്യണം. കാരണം അതിനെ നമ്മൾ പറഞ്ഞു മൈൽഡ് സോപ്പ് വെച്ച് വാഷ് ചെയ്യണം. അതേപോലെ നന്നായിട്ട് ഉണക്കി നല്ല രീതിയിൽ ഈ മോത്തൊക്കെ ഇല്ലേ, ചെറിയ ബട്ടർഫ്ലൈസ് പോലത്തെ അത്, അല്ലെങ്കിൽ ചെറിയ ജേംസ്, പാറ്റ, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇതിനെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദെർഫോർ വൺ സീസൺ ഈസ് ഓവർ, ഓൾ ദിസ് ക്ലോത്ത്സ് മസ്റ്റ് ബി കെപ്റ്റ് ഇൻ ദ സൺ ഫോർ എ ഫ്യൂ അവേഴ്സ് ഓർ ഡ്രൈ ക്ലീൻഡ്. നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെ ഡ്രൈ ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ നന്നായിട്ട് വെയിലത്തിട്ട് ഉണക്കുക, എന്നിട്ട് അതിനെ നന്നായിട്ട് സ്റ്റോർ ചെയ്യണം. അതേപോലെ മോത്ത് ബോൾസ് ഓർ ഡ്രൈഡ് നീം ലീവ്സ് ബിറ്റ്വീൻ ദ ഫോൾസ് ഓഫ് സിൽക്ക് ആൻഡ് വുളൻ ക്ലോത്ത്സ്. അതുപോലെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് മോത്ത് ബോൾസ് എന്ന് പറഞ്ഞാൽ ഈ നാഫ്തലിൻ ടാബ്ലറ്റ്സ്, പാറ്റ ഗുളിക എന്നൊക്കെ നമ്മൾ പറയും, ചെറിയ നാഫ്തലിൻ ടാബ്ലറ്റ്സ്, അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് ഈ കബോർഡിൽ വെക്കാം. കാരണം ഈ മോത്ത്സോ അല്ലെങ്കിൽ ചെറിയ പുഴുക്കൾ, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അതിനെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഡ്രൈഡ് നീം ലീവ്സ്. നീം എന്താണ്, ആര്യവേപ്പ് അല്ലേ, ആര്യവേപ്പിൻ്റെ ഉണങ്ങിയ ഇലകൾ നമുക്ക് ഈ ക്ലോത്ത്സിൻ്റെ ഇടയിൽ വെക്കുന്നത് വളരെ നല്ലതാണ്. ഡ്രസ്സ് ഒന്നും ഈ ഇൻസെക്ട്സ് ഒന്നും അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. ദീസ് കീപ് ഇൻസെക്ട്സ് അവേ. പ്രോപ്പർ കെയർ ഓഫ് ക്ലോത്ത്സ് മേക്ക് ദം ലാസ്റ്റ് ലോങ്. നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ഈ ഡ്രസ്സുകൾ നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ റീഡ് ആൻഡ് ആൻസറിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം. ടിക്ക് ദ കറക്റ്റ് ആൻസർ. ലോങ് എഗോ വെൻ ഹ്യൂമൻ ലീവ്ഡ് ഇൻ കേവ്സ് ദേ വെയർ ക്ലോത്ത്സ് മെയ്ഡ് ഓഫ്. പണ്ട് ആൾക്കാർ കേവ്സ് എന്താണെന്നറിയാലോ, ഗുഹ അല്ലേ, കേവ്സിൽ താമസിച്ചിരുന്ന സമയത്ത് എന്തുകൊണ്ടുള്ള ഡ്രസ്സാണ് യൂസ് ചെയ്തിരുന്നത്? ആൻസർ ഈസ് ആനിമൽ സ്കിൻ. വി നോ ദാറ്റ് അറ്റ് ദാറ്റ് ടൈം കോട്ടൺ, സിൽക്ക്, വൂളൻ, ദീസ് ഓൾ തിങ്സ് ആർ നോട്ട് അവൈലബിൾ. സോ അറ്റ് ദാറ്റ് ടൈം ദേ ആർ യൂസിങ് ആനിമൽ സ്കിൻ ആസ് ദെയർ ക്ലോത്ത്സ്. ഓക്കെ, സോ ദ ആൻസർ ഈസ് സി, ആനിമൽ സ്കിൻ. ക്ലോത്ത്സ് ഡു നോട്ട് പ്രൊട്ടക്റ്റ് അസ് ഫ്രം. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യില്ല ക്ലോത്ത്സ്. എന്തിൽ നിന്ന്? ഹീറ്റ്, കോൾഡ്, തീവ്സ് ആൻഡ് ഡേർട്ട്. സോ ദ ആൻസർ ഈസ് തീവ്സ് അല്ലേ. കള്ളന്മാരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യില്ല, ക്ലോത്ത് പ്രൊട്ടക്റ്റ് ചെയ്യില്ല. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഹീറ്റ്, കോൾഡ്, ഡേർട്ട്, ഇതെല്ലാം നമ്മൾ ക്ലോത്ത്സ് പ്രൊട്ടക്റ്റ് ചെയ്യും ഇതിൽ നിന്നൊക്കെ. എ പേഷ്യൻസ് ക്ലോത്ത് ഷുഡ് ബി അയൺഡ്, മെൻറ്റഡ്, ഡിസിൻഫെക്റ്റഡ് ഓർ വെറ്റഡ്. ഏതാണ് ആൻസർ? ഡിസിൻഫെക്റ്റഡ്. പേഷ്യൻസിൻ്റെ ക്ലോത്ത്സ് ഡിസിൻഫെക്റ്റ് ചെയ്തിരിക്കണം. To keep insects away, these are kept between the folds of woolen clothes. Woolen clothesന്റെ ഇടയ്ക്ക് നമ്മൾ എന്താണ് വെക്കേണ്ടത്? മോത്ത് ബോൾസ് അല്ലേ. ബാക്കിയുള്ളതെല്ലാം മോത്ത് ബോൾസും
dried neem leaves one adinte answer. So here you have mothballs only, so the answer is A, mothballs. Then true or false? A raincoat protects us from getting wet in the rain. Rainil ninnu nammale protect cheyunu. True. Correct. Natural fibers are waterproof and germ free. No. Natural fibers endalla waterproof alla. Synthetic fibers aanu waterproof aayittu ullathu. So it is false. Light colored clothes make us feel hot. False. Light colored dress make us cool. Alle. Appo nammal നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് ലൈറ്റ് കളേഴ്സ്. സോ ഇറ്റ് ഈസ് നോട്ട് ട്രൂ, ഇറ്റ് ഈസ് ഫോൾസ്. ദ നാഷണൽ ഡ്രസ് ഓഫ് എൻ ഇന്ത്യൻ വുമൻ ഈസ് സാരി. കറക്റ്റ് ആൻസർ, റൈറ്റ്? ഇറ്റ് ഈസ് കറക്റ്റ് ബിക്കോസ് ദ നാഷണൽ ക്ലോത്ത്സ് ഓഫ് എൻ ഇന്ത്യൻ വുമൻ ഈസ് സാരി. ഇറ്റ്സ് കറക്റ്റ്, ട്രൂ. വി ഷുഡ് വെയർ വെറ്റ് സോക്സ് ആൻഡ് ടൈറ്റ് ഷൂസ്. False. We already discussed that we have to use always a dry socks. നല്ല ഉണങ്ങിയ സോക്സ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. വെറ്റ് സോക്സ് ആൻഡ് ടൈറ്റ് ഷൂസ് ആർ നോട്ട് ഗുഡ് ഫോർ അവർ ഫീറ്റ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഫോൾസ്. So this much only, and we have some short answers and answer these questions that I will give you in the WhatsApp. Okay, I will give you that questions in written form, then only it will be able to write. Okay, then so our second chapter is over now. Thank you, and if you have any doubts you can ask me. Thank you.